Hi, hello guys. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ബാക്ക് വിത്ത് അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി വ്ളോഗാണ് പ്ലസ് സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആൻഡ് ഹോൾ. അപ്പോൾ ഞാൻ എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് ഇല്ലായിരുന്നു, ഫോണിൽ ചാർജൊക്കെ കുറവായിരുന്നു, പിന്നെ മെയിൻ ഫോക്കസ് റെക്കോർഡ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് കറണ്ട് ഇല്ലെങ്കിലും അത്യാവശ്യം റെക്കോർഡൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കാമെന്നുള്ളതായിരുന്നു ഒരു കാര്യം. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ ചാർജ് വരുമ്പം. ഇപ്പോൾ വെളുപ്പിനെ കറണ്ട് പോയാൽ രാത്രിയൊക്കെയാണ് കറണ്ട് വരുന്നത്. ഇപ്പോൾ 2 ദിവസമായി വലിയ കുഴപ്പമില്ല, ഇവിടെ മഴയൊക്കെ കുറവുണ്ട്. അല്ലെങ്കിൽ മഴയും നല്ല പോലെയാണ്, കാറ്റും ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടി ഡിലേ ആയത്. ആൻഡ് ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങളൊക്കെ റെക്കോർഡ് എഴുതി എവിടെ വരെ ആയി എന്നുള്ള കാര്യം പറയാം കേട്ടോ. എല്ലാവർക്കും ഒന്നും റെക്കോർഡ് കൊടുത്ത് വിട്ടിട്ടില്ലല്ലോ അല്ലേ. എന്തായാലും എൻ്റെ മെയിൻ ഫോക്കസ് റെക്കോർഡ് ചെയ്ത് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കണ്ണാടി എന്താ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നതെന്ന്. കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ബോറടിക്കുമല്ലോ. പ്രോബ്ലി ഒരു സമയം കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ബോറടിയാണ്. അപ്പോൾ ഞാൻ കണ്ണാടി നോക്കി തന്നെ വർത്താനം പറയും. പ്രാന്ത് അതൊന്നും ഓർക്കരുത്, അതെൻ്റെ ഒരു ഹോബിയാണ്. പിന്നെ എന്തായാലും ഈ വീഡിയോയ്ക്ക് കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹയർ പിക്ചർ ക്വാളിറ്റിയിലിട്ട് വീഡിയോ കാണുക കേട്ടോ. കാരണം കറണ്ട് ഇല്ലാത്തപ്പോഴാണ് കൂടുതൽ വീഡിയോസും എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഫിസിക്സ് ആയിരുന്നു മെയിനായിട്ട് ഈ വീക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും +1 അതായത് ഇനിയുള്ള അപ്കമിങ് 12th ഗ്രേഡേഴ്സിനും ഏറ്റവും കാത്തിരുന്ന ആ ഒരു ഡേറ്റ് വന്നല്ലേ, ജൂൺ 2-നാണ് റിസൾട്ട്. അപ്പോൾ എന്താ ജൂൺ 2-ന് റിസൾട്ട് വരുന്നത് 3 മണിക്കാണ്. എന്തായാലും ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൽ നല്ല മെമ്മറിയാണ്, ആരും മറക്കത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ നമ്മൾ നേരത്തെ വിടുവാണെങ്കിൽ വീട്ടിൽ വന്ന് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ ഇരുന്നായിരിക്കുമല്ലോ നോക്കണത്. അപ്പോൾ എന്തായാലും കുറച്ച് പേര് ലൈവ് റിസൾട്ട് റിയാക്ഷൻ വീഡിയോ ഇടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും കേട്ടോ വീട്ടിൽ ഇരുന്ന്. എന്തായാലും ഈ പ്രാവശ്യം ആദ്യം ഞാനായിരിക്കണം നോക്കുന്നത്, എനിക്കൊരു വാശിയുണ്ട്. അപ്പോൾ ടൗണിലോട്ട് നമ്മൾ അച്ചാച്ചിയുടെ കൂടെയാണ് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പഞ്ചായത്തിൽ കുറച്ച് നേരം പോസ്റ്റായിപ്പോയി. അമ്മയ്ക്ക് അവിടെ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കുടയൊക്കെ വാങ്ങിക്കാൻ ഓർത്തു. ആക്ച്വലി എൻ്റെ കുട കഴിഞ്ഞ വർഷം കാണാതെ പോയതാണ്. അതായത് +1 പഠിക്കുമ്പം ഇതേ സമയം തന്നെ നല്ല മഴയുള്ള ടൈമിൽ സ്കൂളിൽ കുട അറിയാതെ മറന്നു വെച്ചിട്ട് വന്നു. പിറ്റേ ദിവസം പോയി നോക്കിയപ്പോൾ കണ്ടില്ല. ഏകദേശം ഒരാഴ്ച തപ്പി, സ്റ്റാഫ് റൂമിലൊക്കെ പോയി ചോദിച്ചു, കണ്ടില്ല. ആരോ എടുത്തുകൊണ്ട് പോയതാണ്, ബ്ലഡി ഫൂൾസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട വാങ്ങിക്കാൻ വേണ്ടി ആദ്യം കയറിയ കടയിൽ അത്യാവശ്യം നല്ല ഡിലേ ആയി. പിന്നെ നമ്മൾ അടുത്ത കടയിൽ കയറി, കാരണം കുറച്ചുകൂടെ സ്റ്റോക്സ് അപ്പുറത്തുനിന്ന് എടുക്കണമെന്ന്. എനിക്ക് പ്ലെയിൻ കളർ മതി എന്ന് പറഞ്ഞു. എനിക്കിഷ്ടമുള്ള ഒരു കളറും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അപ്പുറത്തെ കടയിലേക്ക് പോയി. പിന്നെ എന്തായാലും അപ്പുറത്തെ കടയിൽ പോയപ്പോഴത്തേക്ക് ഏകദേശം ഇഷ്ടമുള്ള ഒരു കളർ കിട്ടി കേട്ടോ കുട. ഞാൻ പിന്നെ കളറിനേക്കാളും നോക്കിയത് എനിക്കൊരു പ്ലെയിൻ കളർ കുട മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച കളറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവൾക്ക് കുറേ ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നൊന്നും എടുത്തിട്ടില്ല, കാരണം കുറേ നോക്കി. അവൾക്ക് അതേ ടൈപ്പ് ക്രോക്സ് തന്നെ ഉണ്ട് വീട്ടിൽ, അതുകൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ എനിക്ക് കുറച്ച് നേരത്തെ തന്നെ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നോക്കിയില്ല. പിന്നെ എന്തായാലും കടയിലൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ടൗണിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യം ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അതുപോലെ ഇപ്പം എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം, ഞാൻ വ്ളോഗൊക്കെ എടുക്കുമായിരിക്കും. പിന്നെ ഇപ്പുറത്ത് വന്നപ്പം ചേട്ടായിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ചോദിച്ചതാണ് വ്ളോഗൊക്കെ എടുക്കുമായിരിക്കും അല്ലേ എന്ന്. എന്നെ നൈസായിട്ട് ട്രോൾ ചെയ്താന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം അവരോട് സംസാരിച്ച് നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം അധികം സാധനമൊന്നും വാങ്ങിക്കാനില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം എനിക്ക് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ ആണെങ്കിലും അത്യാവശ്യം ചീത്തയൊന്നും ആവാതെ നന്നായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷത്തേക്ക് ഇനി പുതിയ ബാഗൊന്നും വാങ്ങിക്കണ്ടല്ലോ, കുറച്ച് സാധനം വാങ്ങിച്ചാൽ മതി, വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ലിസ്റ്റ് എഴുതിയിട്ടാണ് പോയത്, ഒന്നും മറക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ എന്നാലും ഒരു കാര്യം വാങ്ങിക്കാൻ പറ്റിയില്ല, മറന്നതുകൊണ്ടല്ല, അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല, നല്ല മഴയായതുകൊണ്ടും. വണ്ടി കറക്റ്റ് സമയത്ത് പോകാൻ നേരത്ത് കിട്ടി. പിന്നെ അമ്മ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാം. ഫ്രണ്ടിൽ പോ, എന്നോട് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ കൊണ്ടാണ് കേട്ടോ ഇത് തള്ളിപ്പിച്ചത്. അപ്പോൾ എന്തായാലും എനിക്ക് സ്വസ്ഥമായിട്ട് വീഡിയോ എടുത്ത് നടക്കാമല്ലോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട്ബുക്ക് സെക്ഷനിലാണ് ആദ്യം പോയത്. ഞാൻ അപ്സരയുടെ നോട്ട്ബുക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് വരയില്ലാത്തതാണ് വേണ്ടത്, കാരണം ഞങ്ങളുടെ സ്കൂളിൽ ചില ടീച്ചേഴ്സ്, ഇപ്പോൾ ബോട്ടണി ടീച്ചറൊക്കെ പറയും എന്തായാലും വരയിടാത്ത നോട്ടാണ് വേണ്ടതെന്ന്. പിന്നെ ഇപ്പോൾ നമ്മൾ വരയിടാത്ത നോട്ടിൽ എഴുതി ശീലിക്കുകയാണെങ്കിൽ A4 ഷീറ്റിലൊക്കെ എഴുതുമ്പം കുറച്ച് ഈസി ആയിരിക്കും. പിന്നെ ഞാൻ ലിസ്റ്റ് നോക്കി ഓരോന്നായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 1250 ആയിരുന്നു ബില്ല് വന്നത്. എനിക്ക് അത്രയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ.
ഞാൻ പിന്നെ പേസ്റ്റൽ ഹൈലൈറ്റേഴ്സൊക്കെ തപ്പിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ കടയിലൊന്നും തപ്പാൻ പോയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പൗച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 20-25 മിനിറ്റൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ഞാൻ എന്തായാലും ടൈമൊന്നും നോക്കിയില്ല. ഒരു ഗെസ് പറഞ്ഞാണ് കേട്ടോ അവിടെ വാങ്ങിക്കാൻ വേണ്ടി എടുത്ത സമയം. അപ്പോൾ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പം എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ സർപ്രൈസ് ആയിപ്പോയി. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ കണ്ടതാണ് കേട്ടോ. പിന്നെ എന്തായാലും കറക്റ്റ് ആ സമയത്ത് തന്നെ വണ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്കവർ മാത്രം വാങ്ങിച്ചില്ല. അതുകൊണ്ട് മേക്ക് ഓവറോ അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പൊന്നും ക്ലീൻ ചെയ്താക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കറണ്ടൊന്നുമില്ല. ഫോണിൽ കുറച്ച് ചാർജും കുറവാണ്. പിന്നെ മഴയൊക്കെ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നേരം പിരിയാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടായിരിക്കും ഞാനും നല്ല കൂറക്കോലമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു ഫയൽ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം ഒരെണ്ണത്തിന് 12 രൂപയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു പാക്കറ്റ് സ്കെച്ച്, പിന്നെ ഫേസ് വാഷിന് ഏകദേശം 150 രൂപയാണ്. പിന്നെ ഒരു പൗച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പ്ലസ് 1 കയറിയിട്ട് 2 പൗച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ഈ വർഷത്തെ സ്റ്റാർട്ടിങ്ങിലുള്ള പൗച്ചാണ്. അതിന് ഏകദേശം 100 രൂപയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒത്തിരി വലുതൊന്നും നോക്കിയില്ല. എന്തായാലും പകുതിയാകുമ്പോൾ അത് പോകും. വീണ്ടും ഞാൻ വാങ്ങിക്കേണ്ടി വരും. പിന്നെ കുറച്ച് അടുക്കളയിലേക്കുള്ള സാധനമുണ്ട്. പിന്നെ അപ്സറയുടെ നോട്ട്ബുക്കാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അപ്സറ ബ്രാൻഡിൻ്റെ നോട്ട്ബുക്ക് കാണുന്നത്. ഞാൻ എപ്പോഴും ക്യാമലിൻ്റെ ആണ് വാങ്ങിക്കുന്നത്. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഞാൻ വേറൊന്ന് പിടിച്ചതാണ്. പിന്നെ ഒരു നോട്ട് പാഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ വന്ന പാടെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2:30 ആയി നമ്മൾ വീട്ടിൽ വന്നപ്പം. അപ്പം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തീർത്തിട്ട് കഴിക്കാം എന്നുള്ളതിലായിരുന്നു. അപ്പോൾ ഞാൻ കുട ഇതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഒരു പ്ലെയിൻ കളറാണ് ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ സ്റ്റിക്കി നോട്ടിൻ്റെ ഒരു ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടുക്കളയ്ക്കുള്ളതാണ്. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ്നറും അല്ലെങ്കിൽ പേനയും ഹൈലൈറ്ററും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹൈലൈറ്റർ 2-3 കളറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 2 കളർ എങ്ങാണ്ടാണ്. പിന്നെ കുറച്ച് പേന ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്. അല്ലാതെ ഞാൻ വേറെ സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ പുതിയതൊന്നും ട്രൈ ചെയ്യാറില്ല. വേറെ പേന വെച്ചൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് വരത്തേ ഇല്ല. റഫായിട്ടാണെങ്കിൽ പോലും ഞാൻ ചില സ്പെഷ്യൽ ബ്രാൻഡ്സിൻ്റെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് പക്ഷെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ കഴിഞ്ഞും 2 തവണയൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കാം മേ ബി. അല്ലാതെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. എന്തോ ഒരു വീഡിയോ കുറച്ച് ലാഗ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. പിന്നെ ഞാൻ ചാനലിലെ നെയിം മാറ്റാമെന്ന് ഓർക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നെയിം സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയുമോ? ഞാനിങ്ങനെ സ്റ്റഡി വ്ളോഗുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും നെയിം ഇടാമെന്നാണ് ഓർക്കുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട്. അപ്പോൾ എന്തായാലും അറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ കറണ്ടൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു ബോറടിയേ ഇല്ല. പിന്നെ എന്താ ഒട്ടും വെട്ടം കാണില്ല. എന്തെങ്കിലും മെഴുതിരി വെട്ടമൊക്കെ ബാലൻസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് പഠിക്കാൻ ഭയങ്കര മോട്ടിവേഷനാണ്. വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഫോണിൽ ചാർജില്ല. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇങ്ങനെ എനിക്ക് ബാക്ക്ലോഗ് സീരീസിൻ്റെ 3-4 ദിവസം മാത്രമേ ക്ലാസ്സൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പം ആ നോട്ടൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കും, എഴുതുകയൊക്കെ ചെയ്ത് നോക്കും. അത് കറണ്ട് ഒട്ടും ഇല്ലാതെ മെഴുതിരി വെട്ടമൊക്കെ ഉള്ളപ്പോഴും പിന്നെ ബോറടിക്കുമ്പോഴുമാണ് റെക്കോർഡൊക്കെ എഴുതി എനിക്ക് മാത്രമേ ആ മോട്ടിവേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ റെക്കോർഡ് ചെയ്യുന്നത് തന്നെയാണ് മെയിൻ പരിപാടി. റെക്കോർഡ് ഇങ്ങനെയെങ്കിലും ഒന്ന് എഴുതി തീർക്കണം എന്നുള്ളൊരു വിചാരം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. റെക്കോർഡ് ചെയ്യുന്നത് തന്നെയാണ് മെയിൻ പരിപാടി. കറണ്ട് ഇല്ലെങ്കിലും അത് തന്നെയാണ്. ഭാഗ്യത്തിന് ഫിസിക്സ് മാത്രം ഞങ്ങൾക്ക് മൊഡ്യൂളായിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കറണ്ട് ഇല്ലാത്തപ്പോഴും എനിക്ക് അത്യാവശ്യം ആ ഒരു ബുക്കിൽ നോക്കി തന്നെ എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫിസിക്സ് മാത്രം എൻ്റെ തീർന്നു. കെമിസ്ട്രി എനിക്ക് 2 ഫിഗറും കൂടി ഉണ്ട്. പിന്നെ എന്താ നിങ്ങളൊക്കെ സ്കൂൾ തുറക്കുന്നതിന് എക്സൈറ്റഡ് ആണോ അല്ലെങ്കിൽ മടിയാണോ എന്ന് പറയാം കേട്ടോ. എനിക്കെന്തോ ഇന്നലെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് എന്തോ തീരുന്ന പോലൊരു ഫീൽ. നിങ്ങൾക്ക് എങ്ങനെയാണ്? സ്കൂളിൽ പോകാൻ എക്സൈറ്റഡ് ആണോ എന്ന് പറയാം കേട്ടോ. എൻ്റെ അനിയത്തി ഇവിടെ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കെന്തോ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. കുറച്ച് മടിയാണ്. അപ്പോൾ സ്കൂളൊക്കെ തുറക്കല്ലേ, എന്തെങ്കിലും വെറൈറ്റി സ്റ്റഡി ചാലഞ്ചോ അല്ലെങ്കിൽ കണ്ടന്റ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.